إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, മലിക്കുൽ ജബ്ബാറായ അർഹമർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കുവാൻ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, സ്നേഹപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്. മദീനത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളി മസ്ജിദുൽ നബവി, ആ പള്ളിയോട് ഏറ്റവും അടുത്ത് വളരെ വിശാലമായ സുലഭമായി ഈത്തപ്പഴം കായ്ക്കുന്ന വലിയൊരു ഈന്തപ്പനത്തോട്ടമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പലപ്പോഴും ആ തോട്ടത്തിലേക്ക് കയറി ചെല്ലുകയും ആ തോട്ടത്തിലെ തണലുകളിൽ ഏറെ നേരം വിശ്രമിക്കുകയും ആ തോട്ടത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചെറിയ ഒരു അരുവിയിൽ നിന്ന് ശുദ്ധമായ വെള്ളം ധാരാളമായി കുടിക്കുകയുമൊക്കെ ചെയ്തിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈറുഹാ എന്നാണ് ആ തോട്ടത്തിൻ്റെ പേര്. മദീനയിലെ എല്ലാ ആളുകളും ആഗ്രഹിച്ചിരുന്ന ഒരു തോട്ടം കൂടിയായിരുന്നു അത് എൻ്റേതായിരുന്നെങ്കിൽ എന്ന ആഗ്രഹം. കാരണം മദീനത്തെ പള്ളിയുടെ ഏറ്റവും അടുത്തായി നിലകൊള്ളുന്ന നല്ല ഫലവത്തായൊരു തോട്ടം, മദീനത്തെ ഏറ്റവും കണ്ണായ സ്ഥലത്ത് നിലകൊള്ളുന്ന ഒരു തോട്ടം. ആ തോട്ടത്തിൻ്റെ ഉടമ മഹാനായ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഒരിക്കൽ അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഓടി വന്നിട്ട് പറഞ്ഞു, റസൂലേ, എനിക്ക് സ്വർഗം നഷ്ടപ്പെട്ടുകൂടാ. റസൂലേ, എനിക്ക് സ്വർഗം വേണം. അതിന് റസൂലേ, ഞാൻ എൻ്റെ ബൈറുഹാ തോട്ടം അങ്ങയെ ഏൽപ്പിക്കുകയാണ്, അങ്ങ് ഇഷ്ടമുള്ള ആളുകൾക്ക് അത് ദാനം ചെയ്തോളൂ. ഏതാണ് തോട്ടം? മദീനത്തെ മസ്ജിദ് നബവിയോട് ചേർന്നുള്ള ഏറ്റവും കണ്ണായ സ്ഥലത്തുള്ള
ഏറ്റവും ഫലവത്തായ മണ്ണ്, വിശാലമായ ഒരു തോട്ടം. റസൂലേ, ആ തോട്ടം ഞാനിതാ അങ്ങയെ ഏൽപ്പിക്കുന്നു, അങ്ങ് ആർക്കാണോ അത് അർഹതപ്പെട്ടത് അങ്ങത് ഭാഗിച്ചു കൊടുത്തോളൂ. റസൂലേ, എനിക്ക് പകരം സ്വർഗം മതി. ഇതെപ്പോഴും അദ്ദേഹം വന്ന് പറയുന്നത് എന്നറിയോ? വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ 93-ാമത്തെ വചനം അവതരിപ്പിക്കപ്പെട്ടപ്പോ ഞാൻ ആമുഖമായി ഊതി വെച്ച ആയത്താണത്. എന്താണ് ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്? ലൻ തനാലുൽ ബിർറ, ലൻ തനാലുൽ ബിർറ, ഇല്ല, നിങ്ങൾക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയില്ല. ഹത്താ തുൻഫിഖൂ, മനുഷ്യരെ നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ, നിങ്ങൾ ദാനമായി കൊടുക്കുന്നത് വരെ, നിങ്ങൾ സ്വതക്കയായി അത് വിട്ടുകൊടുക്കുന്നത് വരെ. ഏത്? മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, നിങ്ങളുടെ കയ്യിൽ ഏറ്റവും മൂല്യവത്തായ എന്തുണ്ടോ അതിൽ നിന്ന് നിങ്ങൾ ദാനം കൊടുക്കുന്നത് വരെ, അതിൽ നിന്ന് നിങ്ങൾ മനസ്സറിഞ്ഞ് വിട്ടുകൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയില്ല. വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ, നിങ്ങൾ അല്ലാഹു നൽകിയതിൽ നിന്ന് എന്തൊന്ന് ചെലവഴിച്ചാലും ഫഇന്നല്ലാഹ ബിഹി അലീം, അല്ലാഹു അതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഈ ആയത്തിറങ്ങിയപ്പോ പടച്ചോനെ, എന്റെ കയ്യിലുള്ള ആളുകൾ ഏറെ ആഗ്രഹിക്കുന്ന മോഹിക്കുന്ന ആ തോട്ടം ഞാൻ ഇനിയും എന്തിനാണ് വെച്ച് നിലനിർത്തുന്നത്? റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി റസൂലേ, ഞാനത് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അതിന് അർഹതപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ റസൂലേ, ആ തോട്ടം നിങ്ങൾ ആർക്കാച്ച വിഭജിച്ചു കൊടുത്തോളൂ, ഞാനതിന് തയ്യാറാണ്. റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, അബൂ ത്വൽഹ, താങ്കൾ ആ തോട്ടത്തിന്റെ ഉടമസ്ഥനാണ്. താങ്കൾ എന്ത് ചെയ്യുക? താങ്കളുടെ ഏറ്റവും അടുത്ത കുടുംബത്തിൽപ്പെട്ട മിസ്കീനായ പാവപ്പെട്ടവരായ ആളുകൾക്ക് താങ്കൾ അത് എന്ത് ചെയ്യുക? ദാനം ചെയ്യുക. പുറത്ത് വേറെ ആർക്കും കൊടുക്കണ്ട. അതിന് ഏറ്റവും അർഹതപ്പെട്ടത്, അത് നൽകാൻ ഏറ്റവും അവകാശപ്പെട്ടത് താങ്കളുടെ കുടുംബത്തിനകത്ത് ആ പാവപ്പെട്ട മനുഷ്യരായി അത് ലഭിക്കാൻ അർഹതപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കലാണ് ഏറ്റവും പുണ്യം. ഏറ്റവും പുണ്യം അതാ. അതുകൊണ്ട് അബൂ ത്വൽഹ, അങ്ങ് ആ രീതിയിൽ അതുമായി മുന്നോട്ട് പോയിക്കോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പ്രസിദ്ധമായ റമദാനിലെ 2-ാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മൾ ഇന്ന്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങൾ നോക്കിയും, നമ്മൾ മറ്റു മാസങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആരാധനാകർമ്മങ്ങളിൽ ഏറെ ശുഷ്കാന്തി കാണിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അത് വേണം. കാരണം കണക്കില്ലാത്ത പ്രതിഫലം നിർണയിക്കപ്പെട്ടൊരു മാസത്തിലാണ് അമലുകൾക്ക് നാം ഇന്നുള്ളത്. നിങ്ങൾ നോക്കൂ, ആ രംഗത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒന്നാണ് സ്വതക്കയുടെ കാര്യം, അല്ലെ? സ്വതക്ക, ഐച്ഛികമായ ദാനം. ഏത് സമയത്തും, റമദാനെന്നോ അല്ലാത്ത മാസമെന്നോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും എത്രയും യഥേഷ്ടം, എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് എങ്ങനെയും കൊടുക്കാവുന്ന ഒരു ഐച്ഛികമായ ദാനം. സഹോദരന്മാരെ, ആ ഒരു ദാനത്തിന് ഈ മാസം പ്രത്യേകമായ പവിത്രതയുണ്ട്, സ്ഥാനമുണ്ട് എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹിന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും, റസൂലുള്ളാഹിന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും അത് തന്റെ കയ്യിൽ മുറുക്ക പിടിക്കാതെ തന്റെ ചുറ്റിലുമുള്ള സഹാബാക്കൾക്ക് അത് പതിവിൽ നിന്നും ഏറെ വ്യത്യസ്തമായി എല്ലാം വിട്ടുകൊടുക്കുന്ന ഒരു പ്രകൃതമായിരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കരീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റ് പോലെയായിരുന്നു റസൂലുള്ളാഹി സ്വതക്കയുടെ വിഷയത്തിൽ റമദാനിൽ എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. കാരണം എന്താ? റസൂലുള്ളാഹി അത്ര വലിയ ധനാഢ്യനായിരുന്നോ? അല്ല. ദിവസങ്ങളോളം പട്ടിണി കിടക്കേണ്ടി വന്ന ലോകത്തിന്റെ പ്രവാചകൻ പിന്നെ എങ്ങനെയാണ് അടിച്ചു വീശുന്ന കാറ്റുപോലെ ഇത്രയധികം റമദാനിൽ കൊടുക്കാറുണ്ടായിരുന്നത്? തനിക്ക് പലയിടത്തും കിട്ടുന്ന വിഭവങ്ങൾ
ആ വിഭവങ്ങൾ അത് താൻ മാത്രം അനുഭവിക്കാതെ അത് തൻ്റെ ചുറ്റിലുമുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് വിട്ടുകൊടുക്കുന്ന ലോകത്തിന്റെ പ്രവാചകൻ. സഹോദരന്മാരെയും ആ ഒരു സമീപനവും ആ ഒരു രീതിയും പ്രത്യേകിച്ച് റമദാനിൽ നമ്മൾ കൈക്കൊള്ളേണ്ടതുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നവരാണ്, എങ്കിലും ഒന്ന് ഉണർത്തുന്നു എന്ന് മാത്രം. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തും പരീക്ഷണത്തിന്റെ ഭാഗമായി മാത്രം നമ്മളിൽ ഓരോരുത്തർക്കും അവൻ നൽകിയ സമ്പത്തിന്റെ അളവ് വ്യത്യസ്തമാണ്, അല്ലേ? എനിക്ക് സമ്പത്ത് ഏതെങ്കിലും അർത്ഥത്തിൽ കുറച്ച് കൂടുതൽ നൽകിയിട്ടുണ്ടെങ്കിൽ അതെന്റെ തറവാടോ എന്റെ കഴിവോ എന്റെ മികവോ ഒന്നും നോക്കിയിട്ടല്ല, അതെന്റെ റബ്ബിന്റെ പരീക്ഷണമാണ്, തീരുമാനമാണ്, അല്ലേ? ഇനി എനിക്ക് വളരെ കുറഞ്ഞ അളവിലാണ് റബ്ബ് സമ്പത്ത് നൽകിയതെങ്കിലോ അതും എന്റെ തറവാടോ എന്റെ നിറമോ എന്റെ ഭാഷയോ എന്റെ ദേശമോ ഒന്നും നോക്കിയിട്ടല്ല, തീർത്തും പരീക്ഷണം മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സമ്പത്ത് ഒരു പരീക്ഷണമാണ്. സമ്പത്ത് തീർത്തും പരീക്ഷണമാണ്. അത് ഇന്ന് എൻ്റെ കയ്യിലാണെങ്കിൽ നാളെ നിങ്ങളുടെ കയ്യിൽ, മറ്റന്നാൾ വേറൊരാളുടെ കയ്യിൽ. അത് അള്ളാഹു റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെ നിലനിർത്തിക്കൊണ്ടേയിരിക്കും. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും സമ്പത്തിൽ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങൾ നോക്കിയും, സമ്പത്ത് ഒരു മനപ്രയാസവുമില്ലാതെ കണ്ടറിഞ്ഞ് യഥേഷ്ടം നൽകാൻ വിശേഷിച്ചും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മാസത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. നിങ്ങൾ നോക്കിയും, സ്വതക്കയുടെ പുണ്യത്തെക്കുറിച്ച് മഹത്വത്തെക്കുറിച്ച് ഒന്നല്ല രണ്ടല്ല അനേകം ഖുത്ബകൾ വേണ്ടി വരും അത് പറഞ്ഞു തീരണമെങ്കിൽ. ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി ഒരിക്കലും സഹാബത്തിനോട് ചോദിച്ചു, അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ, നന്മയുടെ വാതായനങ്ങൾ തുറന്നു കിട്ടുന്ന, പുണ്യത്തിന്റെ വാതായനങ്ങൾ തുറന്നു കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സഹാബത്ത് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹി പറഞ്ഞു, അസ്സൗം, ഏറ്റവും ഒന്നാമത്തേത് അസ്സൗം, നോമ്പാണ്. അസ്സൗമു ജുന്നത്തുൻ, നോമ്പ് പരിചയാണ്. നിങ്ങളെ എല്ലാ തിന്മയിൽ നിന്നും തടയുന്ന, നിങ്ങളെ നന്മയുടെ വലിയ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന വലിയൊരു നന്മയാണ് നോമ്പ്, അസ്സൗം. രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു, വസ്സദഖ, വസ്സദഖ, നിങ്ങൾ മനസ്സറിഞ്ഞു കൊടുക്കുന്ന സ്വതക്കകൾ, തുത്ഫിഉ ഖതിഅ, നിങ്ങളുടെ പാപങ്ങൾ അതുവഴി പുറത്തു തരും, നിങ്ങളുടെ പാപങ്ങൾ അതുവഴി അണഞ്ഞു തീരും. ഏതുപോലെ? കമാ യുത്ഫിഉൽ മാഉൻ നാർ, അഗ്നിയെ വെള്ളം കെടുത്തുന്നത് പോലെ. ഇങ്ങനെ അഗ്നിയെ, തീയെ വെള്ളം കെടുത്തുന്നത് പോലെ നമ്മൾ കൊടുക്കുന്ന സ്വതക്കകളിലൂടെ നമ്മുടെ പാപങ്ങൾ കെടുത്തിക്കളയുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ ഏറ്റവും നല്ല മരുന്ന് നോമ്പാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സ്വതക്കയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങൾ നോക്കിയും, അള്ളാഹുവിന് നമ്മളോട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഈർഷ്യതയും കോപവും ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ കോപവും ഈർഷ്യതയുമെല്ലാം നമ്മൾ നൽകുന്ന സ്വതക്കയിലൂടെ അള്ളാഹു അണച്ചു കളയുമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വതഖത്തു സിർരി തുത്ഫിഉ ഗളബർ റബ്ബ്, അള്ളാഹുവിന്റെ ഗളബ്, അള്ളാഹുവിന്റെ കോപം നിങ്ങൾ ആത്മാർത്ഥമായി രഹസ്യമായി നൽകുന്ന സ്വതക്കയിലൂടെ അള്ളാഹു കെടുത്തിക്കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ, ഇനി അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മാ നഖസത് സ്വതഖത്തും മിൻ മാലി. നമുക്കൊക്കെ ഉള്ള ഒരു ആശങ്ക, പിശാച് നമ്മളെ പിന്നാലെ കൂടി 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 നമ്മുടെ കൈക്ക് പിടിച്ച് പിശാച് നമ്മുടെ മനസ്സിൽ ദുർമന്ത്രണം ഇട്ടു തരുന്ന ഒരു കാര്യം എന്ത്? നോക്കാ, കൊടുക്കണ്ടോ, അനക്ക് 4 പെൺകുട്ടികളാ, അനക്ക് 3 പെൺകുട്ടികളാ, അന്റെ പെരപ്പണി കഴിഞ്ഞിട്ടില്ല, അന്റെ കടയിൽ സ്റ്റോക്ക് ഇറക്കാണ്ട്, പെരുന്നാളാണ് വരുന്നത്, സീസണാണ് വരുന്നത്, ഇപ്പൊ ഒന്നും കൊടുക്കല്ലേ, അല്ലേ? നമുക്ക് പേടിയാണ്, ബേജാറാണ്. പടച്ചോനെ, ഈശയിൽ നിന്നുള്ളതൊക്കെ വാരിക്കൊടുത്താൽ എന്താകും എന്നുള്ള ബേജാറ്. നിങ്ങൾ നോക്കിയും, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മാ നഖസത് സ്വതഖത്തും മിൻ മാൽ, ഇല്ല, മാ നഖസത് സ്വതഖത്തുൻ മിൻ മാലിൻ, ഇല്ല, സ്വതക്ക കൊടുത്തത് കൊണ്ട് ഒരാളും പാപ്പരായി തീർന്നിട്ടില്ല. ഉണ്ടോ? നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ എടുത്തു പറയാൻ കഴിയുമോ?
ഉണ്ടോ? നിങ്ങളുടെ നാട്ടിൽ നിന്നല്ല, നമ്മുടെ നാട്ടിൽ എന്നല്ല, ലോകത്തെവിടെയും സ്വതക്ക കൊടുക്കുക വഴി ദരിദ്രനായി തീർന്ന, എല്ലാം പൊളിഞ്ഞു പോയ ആരെങ്കിലും നമുക്ക് കാണാൻ കഴിയോ? കഴിയില്ല. അതാണ് സ്വതക്കയുടെ പവർ. അല്ലാഹുവിന്റെ റസൂല് കൃത്യമായത് പഠിപ്പിച്ചു. എത്ര കണ്ട് ആത്മാർത്ഥമായി നിങ്ങൾ അത് നൽകുന്നുവോ, അത്ര കണ്ട് നിങ്ങളുടെ സമ്പത്തിൽ അത് വർധനവല്ലാതെ, ആധിക്യമല്ലാതെ മറ്റൊന്നും വരുത്തുകയില്ല എന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഉണർത്തിയത്, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ, നിങ്ങൾ എന്തൊന്ന് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും ഫഹുവ യുഖ്ലിഫുഹു, അതിന് പകരമായി അല്ലാഹു നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. അതിനൊരു സംശയവുമില്ല. അത് നമ്മൾ കൊടുക്കുന്നിടത്ത് നമ്മുടെ മനസ്സാന്നിധ്യവും ഇഖ്ലാസും അനുസരിച്ചിരിക്കും. അത് വേറെ കാര്യം. എത്ര ആത്മാർത്ഥമായിട്ടാണോ, എത്ര ഇഖ്തിസാബോട് കൂടിയായിട്ടാണോ, അഥവാ പ്രതിഫലേച്ഛയോട് കൂടിയിട്ടാണോ നമ്മളത് കൊടുക്കുന്നത്, അതിനനുസരിച്ച് വർധനവല്ലാതെ നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ വിഭവങ്ങളിൽ അള്ളാഹു അധികമല്ലാതെ മറ്റൊന്നും നൽകില്ല. റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, ലാ യൻഖുസു മാലുൻ മിൻ സ്വദഖ, സ്വദഖ ധനത്തെ കുറയ്ക്കില്ല. ഫതസദ്ദഖൂ, അതുകൊണ്ട് അതിൽ നിങ്ങൾ പിശുക്ക് കാണിക്കേണ്ട, അതിൽ നിങ്ങൾ പ്രയാസം കരുതേണ്ട, അതിൽ നിങ്ങൾ യാതൊരു വിഷമവും കരുതേണ്ട. അള്ളാഹു നിങ്ങൾക്ക് അതിന്റെ ഇരട്ടി 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 അള്ളാഹു നിങ്ങളുടെ മനസ്സാന്നിധ്യം അനുസരിച്ച് നൽകുമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി കൂട്ടരെ, വെറുതെ പറയല്ല, നിങ്ങളൊന്ന് ആത്മാർത്ഥമായി പരിശോധിച്ചു നോക്കി. ഇൻഷാ അല്ലാഹ് ഒരു 10,000 രൂപ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നമ്മൾ ഇതാ നല്ല നെയ്യത്തോടെ കൊടുക്കുകയാണെങ്കിൽ, അതേ മാർഗത്തിലേക്ക്, അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായ ഒരു മാർഗത്തിലേക്ക് അടുത്ത വർഷം ആ 10,000-ന്റെ സ്ഥാനത്ത് 20,000 കൊടുക്കാനുള്ള ശേഷി അള്ളാഹു നമ്മുടെ സമ്പത്തിൽ നൽകുമെന്നത് ലോകത്തിന്റെ പ്രവാചകന്റെ വാഗ്ദാനമാണ്. അത് അങ്ങനെ പുലരുകയുള്ളൂ. സ്വതക്കയിൽ നിന്ന് യാതൊരു കുറവും സമ്പത്തിന്റെ കാര്യത്തിൽ സംഭവിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഇനിയും എന്തിനാണ് വൈകിക്കുന്നത്? നിങ്ങൾ എന്തേ അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കാത്തത്? നിങ്ങൾക്ക് പേടിയാണോ, ബേജാറാണോ, കുറവ് വരുമെന്ന ഭയമാണോ? വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്, എന്തിനാ പേടിക്കുന്നത്? വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹു ആണ് ഉടമപ്പെടുത്തിയത്. അത് എല്ലാ അർത്ഥത്തിലും തികച്ചു തരാൻ കഴിവുള്ളവൻ അവനാണ്. അതുകൊണ്ട് അവനെ ഓർത്ത് നിങ്ങൾ ധാരാളമായി ചെലവഴിക്കൂ എന്ന് വിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായം 10-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. 110-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെയും, അതുകൊണ്ട് എത്ര നമ്മൾ കൊടുത്താലും നമ്മുടെ സമ്പത്തിൽ വർധനവല്ലാത്ത നിലക്ക് പുരോഗതി മാത്രം കൈവരുന്ന ഒന്നാണ് സ്വതക്ക എന്നുള്ളത്. അതോടൊപ്പം ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടും. മാത്രവുമല്ല, നമ്മൾ ചെറിയതായി എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയാണെങ്കിൽ, ഇനി വലിയതായി കൊടുക്കുകയാണെങ്കിലും അള്ളാഹു അത് അവന്റെ വലത് കരം കൊണ്ട് സ്വീകരിക്കുകയും അള്ളാഹു അതിന്റെ പ്രതിഫലത്തെ വളർത്തി 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 വലുതാക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മാ തസദ്ദഖ അഹദും ബിസദഖത്തിൻ മിൻ ത്വയ്യിബ്, നിങ്ങളിൽ ഒരാളും ത്വയ്യിബായതിൽ നിന്നല്ലാതെ സ്വതക്ക കൊടുക്കരുത് കേട്ടോ. എന്താ ത്വയ്യിബ് പറഞ്ഞ? നല്ലതേ കൊടുക്കാവൂ എന്ന്. എനിക്ക് ആവശ്യമല്ല എന്നോ എൻ്റെ കൊടുക്കുക, അതല്ല. അതോടൊപ്പം സഹോദരന്മാരെയും അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ചത്, ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ സമ്പാദിച്ചതായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കണ്ട. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പലിശയിലൂടെയോ ആരെങ്കിലും വെട്ടിച്ചോ തട്ടിച്ചോ
ഉണ്ടാക്കിയ മുതലിൽ നിന്ന് കൊടുത്താൽ അതുകൊണ്ടൊരു കാര്യവുമില്ല, ആ കൊടുക്കണമെന്നൊരു കാര്യമില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തൊയ്യിബിൽ നിന്നല്ലാതെ നിങ്ങൾ സ്വതക്ക കൊടുക്കരുത്. കാരണം വലാ യഖ്ബലുല്ലാഹു ഇല്ല ത്വയ്യിബ്, ത്വയ്യിബല്ലാത്തതൊന്നും അല്ലാഹു സ്വീകരിക്കില്ല. ത്വയ്യിബായതേ കൊടുക്കാവൂ, ഹലാലായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയതേ സ്വതക്കയായി കൊടുക്കാവൂ കേട്ടോ. വൈൻകാനത്ത് തമറത്തൻ, ഇനി ആരെങ്കിലും നിങ്ങളിൽ നിന്ന് വല്ലതും സ്വതക്ക ചെയ്താൽ അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു അത് അവന്റെ വലത് കരം കൊണ്ട് സ്വീകരിക്കും. അള്ളാഹുവിന്റെ വലത് കരം കൊണ്ട് അവൻ സ്വീകരിക്കും. എന്നിട്ടോ നിങ്ങളിൽ ഒരാൾ തന്റെ ചെറിയ ഒട്ടകക്കുട്ടിയെ വളർത്തി 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 വലുതാക്കിയെടുക്കുന്നത് പോലെ ആ സദഖയുടെ പുണ്യത്തെ, പ്രതിഫലത്തെ അള്ളാഹു വലിയ രീതിയിൽ വളർത്തും. ഏതുവരെ? ഹത്താ തകൂന അഅ്ലമ മിനൽ ജബൽ, വലിയ ഒരു പർവ്വതം കണക്കെ അതിന്റെ പ്രതിഫലത്തെ അള്ളാഹു വളർത്തുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നന്മക്ക് തിരിച്ചൊരു നന്മ എന്നല്ല. ഒരു തവണ നമ്മൾ ഒരു ചെറിയ സ്വതക്ക കൊടുക്കുമ്പോൾ ആ സ്വതക്കയുടെ പുണ്യത്തെ അല്ലാഹു വളർത്തുമെത്രേ. വളർത്തി വളർത്തി അതിന്റെ പ്രതിഫലം വലിയ വലിയ മലകളോളം വിശാലമാക്കി കളയുമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന എത്രയെത്ര സ്വതക്കകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. തൊയ്യിബായ വഴിക്ക് സമ്പാദിക്കാനും തൊയ്യിബായ വഴിക്ക് മാത്രം ചെലവഴിക്കാനും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. തൊയ്യിബായത് മാത്രമേ അള്ളാഹ് സ്വീകരിക്കുകയുള്ളൂ. മാത്രമല്ല പ്രിയമുള്ളവരെ, നമുക്കെന്തെങ്കിലും രോഗങ്ങളുണ്ടോ, അസുഖങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ? ഉണ്ട്. ഞാനടക്കം ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ആ നിലക്കുള്ള ഒരുപാട് ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളുമായി നടക്കുന്നവരാണ്. അല്ലാഹുവേ ശിഫാഹിനെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. എത്ര മരുന്നുകളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ദാവൂ, നിങ്ങൾ ചികിത്സിക്കണേ, എന്റെ ഉമ്മത്തെ നിങ്ങൾ ചികിത്സിക്കൂ. എങ്ങനെ? മർലാക്കും, നിങ്ങളുടെ രോഗങ്ങളെ ബിസ്സദഖ, സ്വതക്ക കൊടുത്തുകൊണ്ട്. നമ്മൾ കൊടുക്കുന്ന സ്വതക്ക നമ്മുടെ രോഗങ്ങൾക്ക് ഒരുപാട് ശമനം വരുത്തുമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കിയും എത്രമാത്രം കാരുണ്യത്തിന്റെ മതമാണ് ഇസ്ലാം. നമ്മളെപ്പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മളെക്കാൾ അധികമായി പല നിലക്കും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന പാവപ്പെട്ടവരായ മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരെ സഹായിക്കുക വഴി നമുക്കുകൂടി അസുഖങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരുന്ന ഒരു പ്രതിഭാസം. ഇത്രമാത്രം വലിയ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ മതമാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അള്ളാഹു ഈ മതത്തിലായിക്കൊണ്ട് തന്നെ നമ്മെ മരിപ്പിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ജീവിക്കുന്ന ഈ മതം അത് വലിയ ഇസ്സത്ത് പകരുന്ന ഒരു മതമാണ്. അത് വലിയ ആത്മാഭിമാനം ഉയർത്തുന്ന മതമാണ്. ആ ഇസ്സത്തോടെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. ആരുടെ മുമ്പിലും തലകുനിക്കേണ്ട, ആരുടെ മുമ്പിലും നെറ്റിച്ചൊളിക്കേണ്ട, ആരുടെ മുമ്പിലും അപകർഷതാബോധത്തോടെ നടക്കേണ്ടവരല്ല നമ്മൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞവരാണ് നമ്മൾ. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആ ദീനിലായി നമുക്ക് മരിക്കാൻ കഴിയണം. നമ്മൾ മരിക്കുന്നതിന് മുൻപ് നമ്മളെ കൊണ്ട് ധാരാളം ആളുകൾക്ക് ഉപകാരങ്ങൾ ഉണ്ടാകണം, നന്മകൾ ഉണ്ടാകണം, പ്രയോജനങ്ങൾ ഉണ്ടാവണം, ഗുണങ്ങൾ ഉണ്ടാവണം. എത്രയെത്ര മനുഷ്യന്മാർ, എത്രയെത്ര ആളുകൾ. നമുക്കറിയാം, ഞാനൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ പ്രത്യേകം തിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, എല്ലാ റമദാനിലും രണ്ടാമത്തെ വെള്ളിയാഴ്ച നമ്മളൊരു പിരിവെടുക്കാറുണ്ട്. എന്താണ് ആ പിരിവ് എന്ന് ഞാൻ പറയാതെ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങ് കാസർഗോഡ് മുതൽ ഞാൻ ജീവിക്കുന്ന എന്റെ ജില്ലയായ പാലക്കാട് വരെയുള്ള ഈ മലബാർ ഏരിയയിലെ ആളുകളുടെ വലിയ ആശ്രയമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്.
ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം അവിടെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാർ. ആ മനുഷ്യന്മാരുടെ ജാതി നോക്കാതെ, അവരുടെ വർണ്ണം നോക്കാതെ, വർഗം നോക്കാതെ, മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, ഒന്നും നോക്കാതെ തികച്ചും മനുഷ്യത്വം മാത്രം നോക്കി ആ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന മനുഷ്യന്മാർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്ന, അവർക്ക് ഡയാലിസിസ് അടക്കമുള്ള വിവിധ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്ന വലിയൊരു സെന്റർ ഉണ്ട് അവിടെ, അല്ലെ? നമ്മുടെ വലിയ ഒരു നാട്ടുകാരന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനം, മഹാനായ CH, അല്ലെ? ഞാനിപ്പോ അടുത്താണ് മനസ്സിലാക്കിയത്, ഈ കൊയിലാണ്ടിയിലായിരുന്നു അത്ര അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അത്തോളിക്കാരനാണ് എന്ന് മുൻപ് കേട്ടിട്ടുണ്ട്. നോക്കിയും അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം, അല്ലെ? അതാര് നടത്തുന്നു, അവരുടെ രാഷ്ട്രീയം എന്ത്, അതൊന്നുമല്ല നമ്മുടെ വിഷയം. ആ ഒരു സംവിധാനം അവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് എന്ന് മാത്രമല്ല, ഒരുപാട് സംഘടനകൾക്കും നമ്മളടക്കമുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾക്കും അവിടെ പ്രത്യേകം ആ രീതിയിലുള്ള സംവിധാനങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ ഈ ഒരു സംവിധാനം അത് അതിബൃഹത്തായ ഒരു സംവിധാനമാണ്. CH എന്ന ആ 2 വാക്കിൽ ഒതുങ്ങി നിൽക്കുന്ന വലിയ വടവൃക്ഷം പോലെ ഇന്നും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു മനുഷ്യന്റെ നാമധേയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉജ്ജ്വലമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനം. അത് ആലോചിച്ച് നോക്കിയും എത്ര മനുഷ്യന്മാരാ മെഡിക്കൽ കോളേജിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നേരായ രൂപത്തിൽ ചികിത്സിക്കാനോ, അല്ലെ, നേരായ രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടു നടക്കാനോ കഴിവും ആസ്തിയും ചുറ്റുപാടുമില്ലാത്ത മനുഷ്യന്മാർ, അല്ലാഹുവേ അവരുടെ രോഗങ്ങൾ അവർക്ക് നീ ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. അത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട്, പ്രയാസങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. സഹോദരന്മാരെ, അതുകൊണ്ട് ഇന്ന് ആ സെന്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനാവശ്യമായ ഫണ്ടാണ് വർഷത്തിലൊരിക്കൽ മാത്രം, ഈ റമദാനിൽ 2ാമത്തെ വെള്ളിയാഴ്ചയിൽ മാത്രം നമ്മൾ പിരിച്ചെടുക്കുന്ന ഒരു കളക്ഷൻ. നമ്മുടെ കേരളത്തിലുടനീളമുള്ള നമ്മുടെ മുഴുവൻ പള്ളികളിലും പിരിച്ചെടുക്കുന്ന കളക്ഷൻ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നുമില്ല, അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞ ഒരൊറ്റ വാചകം, ഞാൻ കേൾപ്പിച്ച വാചകം, അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ നിങ്ങളുടെ രോഗത്തെ ചികിത്സിച്ചോളിയും സ്വതക്ക കൊടുത്തത് കൊണ്ട്. അപ്പൊ അതുവഴിയാവാം, ആ സ്വതക്കകളാവാം, അത്തരം നന്മകളാവാം അള്ളാഹു നമ്മിൽ നിന്ന് കടുത്ത പല പരീക്ഷണങ്ങളെയും അള്ളാഹു തട്ടിമാറ്റുന്നത്. അതുകൊണ്ട് ഇന്ന് ജുമുഅ ദിവസം വെള്ളിയാഴ്ച നമസ്കാരം കഴിഞ്ഞ് സഹോദരന്മാരെ നമ്മൾ മടങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് മുഴുവനും കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കൊടുക്കുക. വണ്ടിക്കൂലി മാത്രം ബാക്കി വെച്ച് എന്താണോ എൻ്റെ കയ്യിൽ ബാക്കിയുള്ളത് അത് മുഴുവൻ നമ്മൾ കൊടുത്താലും തീരില്ല. കാരണം ആ സെന്ററും അതിൻ്റെ പരിസരവും നമുക്ക് പരിചയമുള്ളവരാണ്, അല്ലെ? അന്യ നാട്ടുകാരനായ ഞാന് നിങ്ങളുടെ മുമ്പിൽ അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും അതിൻ്റെയൊക്കെ പരിസരത്തുകൂടെ പോകുന്നവരാണ്. നോക്കിയും എത്ര മനുഷ്യന്മാരാണ്, എത്ര രോഗികളാണ് അതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി സമാശ്വാസം കൊള്ളുന്നത്. ഡയാലിസിസ് അടക്കമുള്ള വലിയ ചികിത്സാ ചെലവുകൾ സൗജന്യമായി നൽകുന്ന സംവിധാനങ്ങൾ, അല്ലെ? എല്ലാ ദിവസവും ഭക്ഷണം, റമദാനിലോ നോമ്പുതുറയും അത്താഴവും അതുമായി ബന്ധപ്പെട്ട എല്ലാ ചികിത്സകളും, മെഡിക്കൽ സംവിധാനമായ എക്യുപ്മെന്റുകൾ, മറ്റുള്ള വാഹന സൗകര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ എത്ര കൊടുത്താലും അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കത് അധികമാവില്ല. അത്രയും ഭാരിച്ച ചിലവ് അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്ന് ഈ നാട്ടുകാരായ നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ ബോധ്യം ഉള്ള വിഷയമാണ്. അതും നമ്മുടെ നാട്ടുകാരനായ ഒരു മനുഷ്യന്റെ നാമധേയത്തിലാകുമ്പോൾ നമ്മളതിനെത്രമാത്രം മുൻകൈയെടുക്കണം, നമ്മളതിനെത്രമാത്രം ആ കാര്യത്തിൽ ഔത്സുക്യം കാണിക്കണം എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തേണ്ടതില്ല. അതുകൊണ്ട് നന്മകളെ പരമാവധി അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.
വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സ്വതക്കയുടെ മഹത്വം, പ്രത്യേകിച്ചും റമദാനിൽ നമ്മൾ ഒരു മനപ്രയാസവുമില്ലാതെ അർഹതപ്പെട്ട ആളുകളിലേക്ക്, അർഹതപ്പെട്ട മാർഗങ്ങളിലേക്ക് ധാരാളമായി കൊടുക്കേണ്ടതിൻ്റെ അനിവാര്യത, അതിൻ്റെ ഗുണഫലങ്ങൾ, അതൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, കുല്ലു ഇംറിഇൻ ഫീ ളില്ലി സദഖത്തിൻ ഹത്താ യഫ്സുല ബൈനന്നാസ്. എല്ലാ മനുഷ്യന്മാരും ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് നാളെ റബ്ബിന്റെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ നാളിൽ വിചാരണക്കായി റബ്ബിന്റെ വരവും കാത്ത് യുഗാന്തരങ്ങളോളം ആ മഹ്ശറയിൽ ഒരു ചാൺ മാത്രം മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചൂടേറ്റ് നിൽക്കവേ ചില മനുഷ്യന്മാർ, ആ മനുഷ്യന്മാർ നാളെ അവരുടെ സ്വതക്കയുടെ തണലിലായിരിക്കും അല്ലാഹു അവരെ സംരക്ഷിക്കുക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലും ബ്രിഇൻ, എല്ലാ മനുഷ്യരും. എങ്ങനെയുള്ള മനുഷ്യന്മാർ? സ്വതക്ക കൊടുത്ത മനുഷ്യന്മാർ, ധാരാളമായി വിട്ടുകൊടുത്ത മനുഷ്യന്മാർ, അതിൽ ഒരു പിശുക്കും ഒരു പ്രയാസവും മനസ്സിൽ കാണിക്കാതെ കൊടുത്ത മനുഷ്യന്മാർ. ഫീ ളില്ലി സദഖതിഹി, അവരുടെ സ്വതക്കയുടെ തണലിലായിരിക്കും. ഹത്താ യുഫ്സല ബൈനന്നാസ്, അവരുടെ വിചാരണ കഴിഞ്ഞ് അവരെ അള്ളാഹു സ്വർഗ നരകങ്ങളിലേക്ക് ആക്കുന്നത് വരെ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേണ്ടേ ആ തണല്? നമുക്ക് വേണ്ടേ അള്ളാഹുവിന്റെ കാരുണ്യം? നമുക്ക് വേണ്ടേ നമ്മുടെ രോഗങ്ങളും അസുഖങ്ങളും ഭേദമാവണ്ടേ? നമുക്ക് വരാനിരിക്കാവുന്ന, നമുക്ക് അള്ളാഹു വിധിച്ചിട്ടുണ്ടായേക്കാവുന്ന വലിയ വലിയ അപകടങ്ങൾ, അത്തരം വിധികൾ നമ്മിൽ നിന്ന് അള്ളാഹു തട്ടിയകറ്റണ്ടേ? എന്ത് വേണം? ആത്മാർത്ഥമായി സ്വതക്ക കൊടുക്കുക. വിശേഷിച്ചും റമദാനിലെ എല്ലാ ദിവസങ്ങളിലും കഴിയുമെങ്കിൽ എന്താണുള്ളത് അത് മതി. എന്താണോ ഉള്ളത് അവനവന് കഴിയുന്നത്. ഒരു 10 രൂപ എനിക്ക് എല്ലാ ദിവസവും റമദാനിൽ മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ റബ്ബ് എൻ്റെ അവസ്ഥ അറിയുന്നവനാണ്. എനിക്കതേ കഴിയൂ എന്ന് എൻ്റെ റബ്ബിനറിയാം. അതുകൊണ്ട് ആരും ബോധ്യപ്പെടുത്താനല്ല. ആ 10 രൂപയുടെ സ്ഥാനത്ത് അടുത്ത റമദാനിൽ ഓരോ ദിവസവും ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഇരട്ടി, ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരട്ടിയെങ്കിൽ, ഒരു 10 ഇരട്ടിയെങ്കിലും 20 രൂപയെങ്കിലും എനിക്ക് അള്ളാഹു തരാനുള്ള, കൊടുക്കാനുള്ള തൗഫീക്ക് നൽകും. നല്ല മനസ്ഥിതിയോടെ, നല്ല നിയ്യത്തോടെ കൊടുക്കണമെന്നർത്ഥം. അതുകൊണ്ട് സഹോദരന്മാരെ, സ്വതക്കകൾ അധികരിപ്പിക്കുക. പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരും. നമ്മുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരും. നമ്മുടെ പദവികൾ അള്ളാഹു ഉയർത്തും. അള്ളാഹുവിന് ഏതെങ്കിലും രീതിയിൽ നമ്മോട് ഈർഷ്യതയുണ്ടെങ്കിൽ, കോപമുണ്ടെങ്കിൽ അതെല്ലാം അണഞ്ഞു തീരും. നാളെ റബ്ബിന്റെ മഹ്ശറയിൽ ആ സ്വതക്കയുടെ തണൽ കൊണ്ട് അള്ളാഹു സംരക്ഷിക്കും. അള്ളാഹു അത്തരക്കാരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നിങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, പരിശുദ്ധമായ ദിനരാത്രങ്ങൾ നിങ്ങളിൽ നിന്ന് കുഴിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവെ, കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ, കൂടുതൽ സുഹൃതങ്ങൾ ചെയ്യാൻ, കൂടുതൽ പുണ്യങ്ങൾ ചെയ്യാനുള്ള മനസ്ഥിതിയും കഴിവും അറിവും ചുറ്റുപാടും നിങ്ങൾക്ക് എല്ലാവർക്കും നൽകി ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. വിശേഷിച്ചും സഹോദരന്മാരെ, നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ നാട്ടിലെ, നമ്മുടെ ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കടക്കം, നമ്മുടെ നാട്ടിലെ മറ്റു പല കാര്യങ്ങൾക്കടക്കം, നേരത്തെ പറഞ്ഞ CH സെന്ററിന്റെ കാര്യങ്ങൾക്കടക്കം യഥേഷ്ടം നമ്മെ സഹായിക്കുന്ന നമ്മുടെ നാട്ടുകാരായ പ്രവാസി സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബാപ്പകാരണവന്മാർ. അർഹമറാഹിമീനായ റബ്ബേ, ആ സഹോദരങ്ങൾ ഇന്ന് വലിയ ത്യാഗം അനുഭവിച്ച്, അല്ലെ, അവനവന്റെ മക്കളെയും കുടുംബത്തെയും പ്രത്യേകിച്ച് വിട്ടൊഴിഞ്ഞ് കഴിയുന്ന മനുഷ്യന്മാർ, എന്താവശ്യം പറഞ്ഞാലും കയ്യഴഞ്ഞ് സഹായിക്കുന്ന മനുഷ്യന്മാർ. അർഹമറാഹിമീനായ റബ്ബേ,
അവരുടെ ഇടപാടുകളിൽ, അവരുടെ ജോലികളിൽ, അവരുടെ മഹീഷത്തിൽ അവർക്ക് നീ അഭിവൃദ്ധിയും ഇസ്സത്തും വിജയവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെ കുടുംബങ്ങളിൽ കൂടുതൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന എത്രയോ മനുഷ്യന്മാർ നമുക്കിടയിലുണ്ട്, എത്രയോ കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട്. ആ സഹോദരന്മാർക്ക് അവരുടെ ജോലികളെ, അവരുടെ തൊഴിലുകളെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ഏറ്റവും നല്ല ജോലിയും ചുറ്റുപാടുമായി നാട്ടിൽ തന്നെ കഴിയാനാണ് ഏറെ പേരും ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഒരു ചുറ്റുപാടും അതിനുള്ള ഒരു സാഹചര്യവും അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർ കൊടുക്കുന്ന സ്വതക്കകളെ അള്ളാഹു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അവരെന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ ആളുകളടക്കം നമ്മുടെ എല്ലാവരുടെയും അമലുകളെ, സ്വതക്കകളെ, മറ്റു ഇബാദത്തുകളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരെന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ വന്നു പോകുന്നുണ്ടെങ്കിൽ അർഹമർ റഹീമീനായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ റബ്ബേ, അതെല്ലാം പുറത്തു തന്ന് ഞങ്ങൾക്ക് നാളെ ഞങ്ങളുടെ ബർസഖിയായ ജീവിതത്തിലും തുടർന്നുള്ള ഉഖറവിയായ ജീവിതത്തിലും ഞങ്ങൾക്കത് പ്രയോജനമുള്ളതാക്കി തീർക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ മഹീഷത്തിൽ, ഞങ്ങളുടെ ഇടപാടിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ നീ കൂടുതൽ ഖൈറും ബർക്കത്തും അഭിവൃദ്ധിയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന സാലിഹ്യങ്ങളായ മക്കളാക്കി നീ മാറ്റണമേ റഹ്മാനെ. അല്ലാഹുവേ, ലഹരിക്ക് അടിമപ്പെട്ട് മറ്റു പല തമ്മാടിത്തരങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്ന മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ മക്കളെ നീ ഉൾപ്പെടുത്തല്ല റബ്ബേ. അവർക്ക് നീ നിന്റെ റഹ്മത്തിന്റെ കാവൽ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബേ, ഈ നാടിനും നാട്ടുകാർക്കും ഈ ദീനിനും ഈ ദീനിന്റെ ദഅവ പ്രവർത്തനങ്ങൾക്കും ഉപകാരപ്പെടുന്ന സ്വാലിഹീങ്ങളായ സദ്വത്തരായ മക്കളാക്കി ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും ഞങ്ങളുടെ സഹോദരിമാരെയും എല്ലാവരെയും ആ രീതിയിലേക്ക് നീ പരിവർത്തിപ്പിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ യഥേഷ്ടം ഒരു പ്രയാസവുമില്ലാതെ മനസ്സറിഞ്ഞ് കണ്ടറിഞ്ഞ് സഹായം ചെയ്യാനുള്ള, സ്വതക്ക ചെയ്യാനുള്ള കഴിവും അറിവും ചുറ്റുപാടും നിങ്ങൾക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഒക്കെയുള്ള അറിവും കഴിവും തൻ്റെ ഇടവും ഇഖ്ലാസും ധൈര്യവും അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിന്റെ ഏതൊരവസരത്തിലും മരണപ്പെടേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അത് ഉൾക്കൊണ്ട് പരിപൂർണ മുവഹ്ഹിദീങ്ങളായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അർഹമർ റഹീമീനായ റബ്ബേ ഞങ്ങളെ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് മറ്റ് പ്രയാസങ്ങൾ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ചും ഈ റമദാനിൽ, ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ, ഈ ശറഫാക്കപ്പെട്ട നിന്റെ ഭവനത്തിൽ ഇതുപോലെ ഈ പള്ളിയിൽ വന്നിരിക്കാൻ കഴിയാതെ ഹോസ്പിറ്റലുകളിലും കുടിലുകളിലുമായി കഴിയുന്ന മനുഷ്യന്മാർ, അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾ അവർക്ക് നീ ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾ അവർക്ക് നീ ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. അവർക്ക് നീ സമാധാനം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അവർക്ക് റമദാൻ അവസാനിക്കുന്നതിന് മുൻപ് കൂടുതൽ ഇബാദത്തിലേക്ക് മുന്നേറി കയറി വരാനുള്ള തൗഫീഖ് അർഹമർ റഹീമീനായ റബ്ബേ നീ തുറന്നു കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള അപകടങ്ങൾ, മാരകമായ രോഗങ്ങൾ, വലിയ അപകടങ്ങൾ, അല്ലാഹുവേ, ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ദുർബലരാണ്. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണത്തെ നീ ഈമാനുള്ള മരണമാക്കി തീർക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഒരു മനുഷ്യനും ഒരർത്ഥത്തിലുമുള്ള പ്രയാസം വരുത്താത്ത, എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുന്ന, എല്ലാവർക്കും ഉപകാരം മാത്രം ചെയ്യുന്ന മനുഷ്യരാക്കി ഞങ്ങളെ നീ മാറ്റണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മുമ്പേ ഇവിടെ പറഞ്ഞു പോയ അടക്കമുള്ള ഞങ്ങളുടെ ഉസ്താദന്മാർ, ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ പൂർവികരായ പണ്ഡിതന്മാർ അവർ കാണിച്ചു തന്ന നന്മയുടെ ഉദാത്തതയുടെ വഴിയെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള, നന്മ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا تقبل منا قيامنا وصيامنا وصدقاتنا يا رب العالمين، وتب علينا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وآله وصحبه أجمعين، والحمد لله رب العالمين. قوموا إلى صلاتكم يرحمكم الله.